ഹായ് എവ്രി വൺ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നെൻ്റെ ബർത്ത്ഡേ ആണ്. എന്താണെന്ന് അറിയത്തില്ല, ഈ വീട്ടിൽ നിന്നപ്പോൾ ഭയങ്കര ഒരു സങ്കടം ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാനൊക്കെ. അപ്പം ഞാൻ ആക്ച്വലി ബർത്ത്ഡേ ഒന്നും വേണ്ടെന്ന് യോജിയോട് പറഞ്ഞേ. നമ്മൾ പാർട്ടിയായിട്ടൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ പിന്നെ ഫോട്ടോ കാണുമ്പോൾ ഒരു വിഷമം. അപ്പോൾ ഇന്ന് രാവിലെ ലിയാൻ്റെ ബസ് കയറ്റി വിടാൻ പോയി യോജി. അമ്മൂമ്മ എന്താണെന്ന് വെച്ചാൽ അമ്മൂമ്മയ്ക്ക് ഇപ്പോൾ ആയുർവേദ ട്രീറ്റ്മെൻ്റ് ഉണ്ട്. അപ്പോൾ അമ്മൂമ്മയ്ക്ക് നടു ഒട്ടും വയ്യ. അങ്ങനെ ഞാനാണ് വീട്ടിൽ വന്നിട്ട് കാര്യങ്ങളെല്ലാം നോക്കുന്നത്. ഞാൻ വീട്ടിൽ വന്നിട്ട് തുണി കഴുകി, പാത്രങ്ങളിൽ നമ്മൾ ഫ്രിഡ്ജിൽ ഇരുന്ന ഫുഡെല്ലാം അഴുകിയിരിക്കുമായിരുന്നു. അതെല്ലാം കാരണം ഞാനും ട്രീറ്റ്മെൻറ്റ് പോകുന്നതല്ലേ, മറ്റേ പ്രസവരക്ഷ. ഇനിയിപ്പോൾ ഓരോ ബക്കറ്റായിട്ട് മാറ്റുമോ. ഞാനാണെങ്കിൽ വിയർത്ത് കുളിക്കുക. കാരണം ഞാൻ ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആയിട്ട് ഒന്നും ചെയ്യില്ല എന്ന് പറഞ്ഞത്. പക്ഷേ കാണുമ്പോൾ നമുക്ക് ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. കാരണം ഇവിടെ എല്ലാം ഇതാ പേപ്പർ ഒരെണ്ണത്തിൽ കാണിച്ചു തരാം. പേപ്പറിൽ ഒരെണ്ണത്തിനിട്ട് പ്ലാസ്റ്റിക് ഇതെല്ലാം ഇന്ന് രാവിലെ ഞാനൊന്ന് ക്ലിയർ ചെയ്ത് വന്നതാണ് ഇത്രയും സാധനം. അപ്പോൾ ഓരോന്നായിട്ട് ചെയ്ത് മാറ്റുക, ഫുഡ് വേസ്റ്റ് അല്ലാതെ ഇടുക. അപ്പോൾ ഇതെല്ലാം സെറ്റ് ചെയ്യണം. അതാണ് രാവിലെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഞാനവിടെ ലിയാൻ്റെ ബസ്സിൻ്റെ അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ വന്നത് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അമ്മൂമ്മയുടെ ഫ്രണ്ട് ബാലൻ അങ്കിൾ, നമുക്ക് അറിയാമെന്നുള്ള പുള്ളി ഇന്ന് രാത്രിയോട് അമ്മൂമ്മ പറഞ്ഞ് എൻ്റെ ബർത്ത്ഡേ ആണെന്ന്. അങ്ങനെ കേക്കൊക്കെ മേടിച്ച് വന്ന് പുള്ളി പാവം നല്ല ടേസ്റ്റായിട്ടുള്ള ബട്ടർ സ്കോച്ച് കേക്കായിരുന്നു. ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ ഇപ്പോൾ അമ്മൂമ്മയുടെ അങ്ങോട്ടാണ് പോകുന്നത്. ലിയാനെ ബസ് കയറ്റി വിട്ടിട്ടേ എനിക്ക് പോകാൻ പറ്റുള്ളൂ. നമ്മൾ അവനെ ബസ് അറേഞ്ച് ചെയ്തു. ഇത്രയും തിരക്കിൻ്റെ ഇടയ്ക്ക് അവന് സമയത്ത് സ്കൂളിൽ കൊണ്ടുപോയി ഇവിടെ പറ്റുന്നില്ലായിരുന്നു. ഞാൻ മോളിവിടെ നല്ല ഉറക്കത്തിലാണ്. അപ്പോൾ ഞാൻ ആ ഒരു ബോക്സും കൂടെ ഞാൻ ഒന്ന് ക്ലിയർ ആക്കിയിട്ട് ഞാൻ നിർത്താൻ പോവാം. കഴിഞ്ഞ ദിവസം നമ്മൾ ഇവിടെ 2 സിങ്കുണ്ട്. അപ്പോൾ ഒരു സിങ്കിൻ്റെ അകത്ത് ജസ്റ്റ് ഈ ഞാൻ ഫ്രിഡ്ജിലുള്ള വേസ്റ്റെല്ലാം കളഞ്ഞിട്ട് ആ ഇച്ചിരി ഗ്രേവി കാര്യങ്ങളുള്ള ഉണ്ടല്ലോ, കറിയൊക്കെ, അത് ജസ്റ്റ് ഒന്ന് റിൻസ് ചെയ്തപ്പോഴത്തേക്കും സിങ്ക് അടി മൊത്തം ലീക്കായി. അപ്പോൾ ഇവിടെ മൊത്തം ഞാൻ ക്ലീൻ ചെയ്തെടുത്തു. എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ ക്ലീൻ ചെയ്തെടുത്തു. അപ്പോൾ ഇതെല്ലാം ഒന്ന് റെഡി ആക്കിയിട്ട് വേണം. നമുക്കിപ്പോൾ ജോലിക്ക് ഒരാളെ വിളിച്ചാലും ഇതെല്ലാം അവരോട് ചെയ്യാൻ പറഞ്ഞാൽ അവരപ്പോൾ തന്നെ പോകും. അവർക്കൊന്നും താല്പര്യം, ചെറിയ ചെറിയ ജോലിയൊക്കെ ചെയ്യാൻ ഇഷ്ടമുള്ളൂ. അപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്ന അത്രയും ഞാൻ ഒതുക്കാൻ നോക്കുകയാണ്. സോയാ ഞാൻ ഈ 2 ബക്കറ്റും കൂടി കഴിഞ്ഞാൽ ഞാൻ പോയി ഫ്രഷായി റെഡിയാവും. അമ്മൂമ്മയുടെ അങ്ങോട്ടേക്ക് പോവാം. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഞാൻ തൻവീര കേക്ക് മേടിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. പെട്ടെന്നായിരുന്നു എല്ലാം പ്ലാൻ ചെയ്തത്. ഒന്നിനും സമയമില്ലാത്തൊരു ഇതിലേക്ക് ഓടിക്കൊണ്ടിരിക്കുക. അപ്പം ഞങ്ങൾ ഇവിടെ ഒരു ഓമൻലി എന്ന് പറഞ്ഞ് ഒരു കടയിൽ വന്നിരിക്കുകയാണ്. ഇവിടെ ഞാനൊരു ഓർഡർ ചെയ്തിട്ടുണ്ട് ചേച്ചിയുടെ കയ്യിൽ നിന്ന്. ആ ചേച്ചിയുടെ കയ്യിൽ നിന്നൊരു കേക്ക് വാങ്ങിക്കൊണ്ട് പോകാം എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഞാൻ പോയി കേക്ക് വാങ്ങിയിട്ട് വരാം. അപ്പോൾ ചേച്ചിയാണ് നമുക്ക് കേക്ക് ഉണ്ടായിരുന്നത്. ഞാൻ വെളുപ്പിന് 6:30 ആയപ്പം വിളിച്ച് ചേച്ചിയെ ബുദ്ധിമുട്ടിച്ചു. അപ്പോൾ ചേച്ചിയാണ് ഒരു കേക്കും പിന്നെ ഇതില്ല ചേച്ചി സർപ്രൈസായിട്ട് എനിക്കൊരു ജസ്റ്റ് കുറച്ച് ഫ്ലവറിൻ്റെ ഒക്കെ ഇതൊരു ബൊക്കയും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം ചേച്ചി താങ്ക് യു സോ മച്ച്. സോ അങ്ങനെ നമ്മൾ ലിയാനെ പിക്ക് ചെയ്തു. ലിയാൻ ഹായ്. ഞാൻ സ്കൂളിൽ ലിയാനെയും പിക്ക് ചെയ്യും നേരത്തെ. ഇനി നമ്മൾ പോയി കേക്ക് കട്ട് ചെയ്യും. കുഞ്ഞിനെ കളിപ്പിക്കുന്നുണ്ട്, അതാണ് പൊന്നാനോ എന്നൊക്കെ പറയുന്നുണ്ട്. സോ നമ്മളിനി പോയി കേക്ക് കട്ട് ചെയ്തിട്ട് അവിടെ നേരെ റെസ്റ്റോറൻറ്റിലേക്ക് കഴിക്കാൻ പോവുകയാണ്. ഒരു പ്രശ്നം പറ്റിയെന്ന് വെച്ചാൽ എനിക്ക് ഗിഫ്റ്റ് ഒന്നും മേടിക്കാൻ പറ്റിയില്ല. അപ്പം നമുക്കെന്തായാലും നോക്കാം. അപ്പോൾ നമ്മൾ അമ്മൂമ്മേനെ കാണാൻ പോവുകയാണ്. വി ഷുഡ് കട്ട് ദ കേക്ക്. യു സെഡ് യു ഹാവ് സം സർപ്രൈസ് ഫോർ മീ. ഓക്കെ, എനിക്ക് ഇവന് എന്തോ സർപ്രൈസ്. നോ ഇപ്പൊ ആ റൂമിൽ പോയിട്ട് തന്നാ മതി മമ്മിക്ക്. ഡോണ്ട് ഗിവ് മീ യെറ്റ്. ഓക്കെ, ലെറ്റ്സ് ഗോ. അങ്ങനെ ലിയാൻ അമ്മയ്ക്ക് സർപ്രൈസ് ആയിട്ട് കൊടുക്കാൻ പോകും. നോ ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു ബി. ഇതാണ് കേക്ക്. തന്നെ വരുന്നുണ്ട്. ഇവിടെ ആയിപ്പോയി. അല്ലെങ്കിൽ നമ്മള് പുറത്തൊക്കെ പോയിരിക്കട്ടെ. അമ്മൂമ്മയ്ക്കാണെങ്കിൽ നിൽക്കാൻ പോലും വയ്യ. അമ്മൂമ്മ അവിടെ ഇരിക്കുന്ന. ഓക്കെ മുമ്മ ഇരിക്കും. മുമ്മ അവിടെ ഇരിക്കാം. എന്താ ഓക്കെ ഓക്കെ വാ.
Happy birthday to you. Happy birthday to you. Happy birthday to dear Tanvi. Birthday to you. Clear? You want a bite? Okay, നീ വാ ഒരു ബൈറ്റ് എടുക്കാം. Okay. വേറൊരു പീസ് കട്ട് ചെയ്ത് കൊച്ചു ഓ എടുത്ത് ആ അവിടെ ഞാൻ കട്ട് കൊടുക്കാം. കട്ട് ചെയ്യുന്നു ആരെങ്കിലും? കയ്യില്ല അതിപ്പോ എടുത്താൽ മതി. അവളെ കയ്യിൽ അത്ര അപ്പം നിനക്ക് എന്താണെന്ന് നോക്കാം. വാ മൊത്തം ക്രീമാണോ? നിനക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ട് എന്തുവാന്ന് അല്ലേ? ഐഡിയ ഉണ്ടോ? ഐഡിയ എല്ലാം ഉണ്ട്. അമ്മൂമ്മക്ക് പേഴ്സ് ഇടാൻ കയ്യിൽ സ്ഥലം. ഓ നന്നായി. ഞാൻ ഈ ഡൂക്ലിയും കമ്മലും ഇട്ടോണ്ടാ കൊറേ നാളായിട്ട് നടക്കുന്നത്. കൊള്ളാം കേട്ടാ. ഇഷ്ടപ്പെട്ടോ? കൊള്ളാം. താങ്ക് യു എല്ലാവർക്കും. ഭയങ്കര താങ്ക്സ് ചേട്ടാ. ഓക്കെ സോ കംഫി. So do you want to stay here? Yes. Okay, you stay here. We will go home. Okay. കൊച്ചിന്റെ ബർത്ത്ഡേ നമുക്ക് എവിടെയെങ്കിലും വെച്ചെടുക്കണം. അതെടുക്കാം. അമ്മൂമ്മ ഇവിടെ ആയോണ്ടാ. പിന്നെ എല്ലാം കൂടെ ആയപ്പോഴത്തേക്കും പിന്നെ അവന് നിങ്ങളിപ്പോ മാലയൊക്കെ ഇട്ട് കൊടുക്കാത്തത് ഇപ്പൊ സ്കൂളിൽ നിന്ന് വിളിച്ചിട്ടൊന്നല്ലേ? ഇട്ട് കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അമ്മൂമ്മ വരുന്നുണ്ടോ നമ്മളോട് ഫുഡ് കഴിക്കാൻ? അമ്മൂമ്മ വരുന്നില്ല നമ്മുടെ കൂടെ. അമ്മൂമ്മനെ കൊണ്ട് പോകാനായിരുന്നത്. ഇല്ല ഞാൻ വരുന്നില്ല. എനിക്കൊന്നും വേണ്ട. അമ്മൂമ്മ പണ്ടേ ഇങ്ങനെയാണ്. എന്തെങ്കിലുമൊക്കെ പറഞ്ഞു ഇങ്ങനെയൊക്കെ പറയുമ്പോ എനിക്ക് വിഷമാവും. എനിക്ക് മിണ്ടായിരിക്കും അമ്മൂമ്മ എന്നെ ചോദിച്ചപ്പോ വിഷമിപ്പിക്കാതെ. എന്തായാലും നമുക്ക് ഇവിടെ കൊണ്ട് പോവാ. ഈ ഡ്രസ്സ് അഴുക്കാക്കും മുമ്പേ എനിക്ക് ഒരു ഫോട്ടോ എടുക്കാൻ പോലും സമ്മതിച്ചില്ല. സുന്ദരി ക്യാമറ നോക്കുന്നുണ്ടോ കളി? പോവാ നമുക്ക്. ഇനി നമുക്ക് പെയ്യ ഇറങ്ങാം. എല്ലാരും കൂടെ ഇരുന്ന് ഫോട്ടോ എടുത്തില്ല. അന്ന് ആ രണ്ട് കാതിലും കമ്മലുണ്ടായിരുന്നു. അവനാ പിന്നല്ല ഭയങ്കര പെങ്കൊച്ചുങ്ങളുടെ മുഖമായി. അതൊന്നും ഒന്നുമില്ലായിരുന്നു. എല്ലാരും നല്ല അതിന് സ്പെയർ കമ്പലൊക്കെ ഉണ്ട്. കുപ്പി എടുത്തോണ്ട് വന്നെങ്കിൽ ഇതൊക്കെ ഒഴിച്ചിട്ട് അങ്ങ് കഴുകി വെച്ചോണ്ടങ്ങ് പോവായിരുന്നു. ഇപ്പൊ നമ്മള് ബില്ലാമായിലേക്ക് വന്നേക്കുവാ. Lian, come. Let's go. Come, honey. Va. No, honey. Why? No, ഫിഷിനെ കണ്ടിട്ട് കഴിക്കട്ടെ. കുഞ്ഞു ഫിഷ് പറ. കുഞ്ഞു ഫിഷ് ആരൊന്നും പറയത്തില്ല. നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തു. ഒരാൾ സൈഡിൽ ഇരുന്ന് ഉറങ്ങുന്നുണ്ട്. I don't want it inside. Okay, eat the next one. Give me that. What is that? Is it tattoo? Just eat the outside part. കഴിച്ചോ? അവൻ പാനിപ്പൂരി അങ്ങനെ കഴിക്കുന്നില്ല. ഇതാടാ. Give me that back so I can take you inside out.
ആകെ പാവം കഴിക്കത്തില്ല. കഴിക്കും, നീ കഴിക്കുമെങ്കിൽ. ഞാൻ കഴിച്ചോ. ഇതാ എൻ്റെ എൻ്റെ അടുത്തോ. എന്തെങ്കിലും കഴിക്കട്ടെ. അപ്പോൾ ലിയാൻ്റെ ഫുഡ് വന്നിട്ടുണ്ട്, ആൾ കഴിക്കുന്നുണ്ട്. നല്ല വിശപ്പുണ്ട്. നല്ല വിശപ്പുണ്ട്. അവൻ്റെ ഫുഡ് ആദ്യം വരട്ടെ എന്ന് വിചാരിച്ചു. How's your food? Good. You like it? Yeah. Oh, okay. What is that? So good. What? Delicious. Mm-hmm. Tastes like crispy chicken. Is it? Yeah. Okay, feed the fish. Okay. Fishes is there. We can just feed it. See? Are you happy now? Oh, okay. Let's go back and eat some food. അങ്ങനെ നമ്മുടെ ഫുഡ് വന്നു. എൻ്റെ ആണെങ്കിൽ ഞാൻ മീൻ പൊള്ളിച്ചതാണ് ഓർഡർ ചെയ്ത്. കാണുന്ന പ്രസൻറ്റേഷൻ തന്നെ അടിപൊളിയായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ അത് ഓപ്പൺ ചെയ്ത് ആ മീൻ കാണിക്കാൻ പോവുകയാണ്. അതാണ് മീൻ. ഈ ഫുഡും അടിപൊളിയായിരുന്നു. നല്ലൊരു ചോയ്സ് ആയിരുന്നു. വില്ല മയിലൊക്കെ പോയി ഫുഡ് കഴിക്കാൻ വന്നത്. യോജി മട്ടൻ്റെ എന്തോ ഒരു കറിയും പൊറോട്ടയൊക്കെയാണ് എടുത്തേക്കുന്നത് ഫുഡായിട്ട്. പിന്നെ കുറേ ശേഷം എനിക്ക് ഫുഡൊക്കെ വാരിയൊക്കെ തന്നു. നമ്മൾ പിള്ളേർക്കൊക്കെ ഫുഡ് കൊടുക്കുന്നത് മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ എൻ്റെ ബർത്ത്ഡേ ആയിട്ട് ഇങ്ങോട്ട് തന്നു. പക്ഷെ അടിപൊളിയായിരുന്നു രണ്ടുപേരുടെയും ഫുഡ്. ഇതിന് ശേഷം മോൾ അവിടെ എണീച്ച് ഇരിപ്പുണ്ടായിരുന്നു. അവളിങ്ങനെ കളിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പെട്ടെന്ന് ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങാൻ നോക്കുക. താങ്ക് യു. അങ്ങനെ എൻ്റെ ബർത്ത്ഡേ ആയിട്ട് യൂജി പോയി ബാക്കിൽ എൻ്റെ ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞ് സർപ്രൈസൊക്കെ ചെയ്ത് കേക്കൊക്കെ അവരുണ്ടാക്കി തന്നു. ദാറ്റ് വാസ് സോ നൈസ് ഓഫ് ദം. ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തില്ല. ഇതിപ്പോൾ രണ്ടാമത്തെ അൺഎക്സ്പെക്റ്റഡ് കേക്കായിരുന്നു. അപ്പോൾ എന്തായാലും ഇത് നല്ലൊരു സർപ്രൈസായിരുന്നു. സിമ്പിളായിട്ടുള്ള നമ്മളൊരു ഫാമിലി മാത്രമായിട്ടുള്ള ചെറിയൊരു ബർത്ത്ഡേ. അങ്ങനെ സ്റ്റാഫ്സ് എല്ലാം നല്ല ആയിട്ടുള്ള ഹോസ്പിറ്റാലിറ്റി തന്നായിരുന്നു. എന്തായാലും വില്ലാമായി ഞാൻ പണ്ട് വന്നിട്ടുള്ളത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ളൊരു സ്ഥലമാണ്. നല്ല ആംബിയൻസും ക്വയറ്റായിരുന്നു. അമ്മമ്മയ്ക്ക് വരാൻ പറ്റാത്തതിൻ്റെ ഒരു വിഷമമുണ്ട്. ബട്ട് എന്തായാലും ഫുഡെല്ലാം അടിപൊളിയായിരുന്നു. പിന്നെ നമ്മൾ പാർസലൊന്നും മേടിച്ചുകൊണ്ട് പോയില്ല. അമ്മമ്മയ്ക്ക് അവിടെ 3 നേരം ആഹാരവും സ്നാക്സും പിന്നെ ഇങ്ങനത്തെ ഫുഡൊന്നും അമ്മമ്മയ്ക്ക് വലിയ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാലും എന്തെങ്കിലും ഒരു ദിവസം അമ്മമ്മയ്ക്ക് ഞാൻ ഇവിടെ കൊണ്ടുവരും എന്നാണ് ആഗ്രഹം. സോ നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്തു. ഇനിയിപ്പോൾ അതൊക്കെ വീട്ടിൽ പോകാനുള്ള പരിപാടികൾ നോക്കുവാണ്. Thank you, brother. പ്രത്യേകിച്ചൊന്നുമില്ല, ഒരു സിമ്പിളായിട്ടുള്ള ബർത്ത്ഡേ ആയിരുന്നു. ഞങ്ങൾ ജസ്റ്റ് പുറത്ത് പോയി. ഈ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ട് ഒന്നിനും സമയം കിട്ടാറില്ല, ഒന്നാമത്തെ കാര്യം. പിന്നെ ഇത് 2 ദിവസം മുമ്പ് ഞാൻ എൻ്റെ വീട്ടിലായിരുന്നു. അധികമായിട്ടൊന്നും പ്ലാൻ ചെയ്യാൻ പറ്റിയില്ല. പിന്നെന്താ, പിന്നെ വില്ലമായ വിളിച്ചു പറഞ്ഞു. അങ്ങനെ ഒരു റിസർവ് ചെയ്തു. ഒരു 2 സീറ്റ്സ് റിസർവ് ചെയ്തു. പിന്നെ അവിടെ പോയി കുറച്ച് ഞങ്ങളായിട്ടുള്ള ഫാമിലി ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റി. കുറേ നാളിന് ശേഷമായിരുന്നു. ഓടി നടക്കാതെ കുറച്ച് ഇരുന്ന് സ്പെൻഡ് ചെയ്ത് റിലാക്സ് ചെയ്ത്. ലിയാനും ഭയങ്കര കോപ്പറേറ്റീവ് ആയിരുന്നു. സാധാരണ അവനിങ്ങനെ സ്ഥലങ്ങളിൽ പോകുന്നത് ഇഷ്ടമല്ല. അവൻ ഓടണം, ചാടണം, കളിക്കണം. അങ്ങനെ മീനൊക്കെ ഫീഡ് ചെയ്ത് മീനൊക്കെ കണ്ട് കാമായിട്ടൊക്കെ ഇരിക്കുമായിരുന്നു. ഭയങ്കര കാമായിട്ട് ഇരിക്കുമായിരുന്നു. പിന്നെ അവന് ഫിഷിങ് ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയാണ്, എന്നെ പോലെ തന്നെ. അപ്പോൾ ക്ഷമയില്ലെന്നേ ഉള്ളൂ അതിനുള്ള. വളരെ സിമ്പിളായിട്ടുള്ളൊരു ബർത്ത്ഡേ സെലിബ്രേഷൻ ആയിരുന്നു. നിനക്ക് ഇഷ്ടമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹാപ്പി ആയിരുന്നു. ഞാൻ ഈ പ്രാവശ്യം അധികം ഒന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അധികം ചെയ്യില്ല. അടുത്ത ബർത്ത്ഡേ നല്ലപോലെ ചെയ്യണം. നെക്സ്റ്റ് ബർത്ത്ഡേ നമുക്ക് അത്യാവശ്യം സെലിബ്രേറ്റ് ചെയ്യാം. ഞാൻ നാട്ടിലുണ്ടെങ്കിൽ. അത് നീ ഉണ്ടാവും. ഞാൻ നാട്ടിലുണ്ടെങ്കിൽ. അപ്പം നമ്മളെന്തായാലും ഇതായിരുന്നു നമ്മുടെ ബർത്ത്ഡേ വ്ലോഗ്. അപ്പോൾ എൻ്റെ ബർത്ത്ഡേ പോലൊന്നും ഭയങ്കര ഇതായിട്ട് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ പ്രതീക്ഷിച്ചതുമില്ല. എൻ്റെ ബർത്ത്ഡേ ഞാൻ അങ്ങനെ വലിയതായിട്ട് സെലിബ്രേറ്റ് ചെയ്ത ഒരാളുമല്ല. സോ ഇപ്പം എല്ലാം കൊണ്ടും ഇതാണ് പറയാനുള്ളത്. അപ്പം ഞങ്ങളുടെ ഈ ബർത്ത്ഡേ വ്ലോഗ് അവസാനിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ ബൈ. താങ്ക് യു. ബൈ ബൈ. Bye.